വള്ളത്തോൾ നാരായണ മേനോൻ ജീവചരിത്രം. 1878 ഒക്ടോബർ 16 തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി വള്ളത്തോൾ ജനിച്ചു. മലയാള ഭാഷയെ ലോകത്തിനു മുന്നിൽ ധൈര്യമായി അവതരിപ്പിച്ചതും മലയാളത്തിലെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിച്ചതും ഇദ്ദേഹമാണ്. 1908 ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. പ്രളയകാലത്ത് ഗാന്ധിജിയെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആരാധകനായ വള്ളത്തോൾ മഹാത്മാഗാന്ധിയെപ്പറ്റി എഴുതിയ എൻ്റെ ഗുരുനാഥൻ പ്രശസ്തമാണ്. 1913 ചിത്രയോഗം എന്ന മഹാകാവ്യം അദ്ദേഹം രചിച്ചത്. വിവർത്തകൻ എന്ന നിലയിൽ വള്ളത്തോളിൻ്റെ സംഭാവനകൾ മഹത്താണ്. വാൽമീകിരാമായണത്തിന് പുറമേ അഭിജ്ഞാനശാകുന്തളം, ഋഗ്വേദം, മാതംഗലീല, പദ്മപുരാണം, മാർക്കണ്ഡേയപുരാണം, വാമനപുരാണം, മത്സ്യപുരാണം, ഊരുവങ്കം, മധ്യമവ്യായോഗം, അഭിഷേകനാടകം, സ്വപ്നവാസവദത്തം തുടങ്ങിയവയും അദ്ദേഹം വിവർത്തനം ചെയ്തു. വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ അച്ഛനും മകളും, ചിത്രയോഗം, എൻ്റെ ഗുരുനാഥൻ, ബധിരവിലാപം, ബാപ്പുജി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകളും, ഭണ്ണകാരണ്യം.